നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്കിൽ വാഹനാപകടം. ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കേരളപുരം സ്വദേശി കെ എ ജ്യോതിസാണ് മരിച്ചത്. കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മൃതശരീരം മകൻ പൂജിച്ച സംഭവം. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിൽ മറ്റു ദുരൂഹതകളില്ലെന്ന് പോലീസ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടുന്നില്ലെന്ന് പരാതി. എല്ലാ ജില്ലയിലും ആഴ്ചയിൽ 5 ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ടെസ്റ്റ് സ്ലോട്ടുകളുടെ എണ്ണം 40-ൽ നിന്ന് 50-ആയി ഉയർത്തി. വിശദമായ വാർത്തകളിലേക്ക്. കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്കിലുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കേരളപുരം സ്വദേശി കെ എ ജ്യോതിസാണ് മരിച്ചത്. ബൈക്കുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്കിലുണ്ടായ വാഹനാപകടത്തിലാണ് യുവാവ് മരിച്ചത്. കേരളപുരം കോവിൽമുക്കിൽ വാറുവിള വീട്ടിൽ അയ്യപ്പൻകുട്ടി ശശികല ദമ്പതികളുടെ മകൻ 37-കാരനായ കെ എ ജ്യോതിസാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രി 10:30-ഓടെയായിരുന്നു 2 ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. സ്വകാര്യ കൊറിയർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജ്യോതിസ് പെരുമ്പുഴ ഭാഗത്തു നിന്നും കണ്ണനല്ലൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ സൊസൈറ്റി മുക്കിന് സമീപം വെച്ച എതിരെ വന്ന വാഹനത്തിന്റെ വലതുഭാഗം തട്ടി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ജ്യോതിസ് റോഡിൽ തെറിച്ചു വീണതിനു ശേഷം ബുള്ളറ്റ് നിരങ്ങി തീപ്പൊരി കത്തി നീങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ CCTV ക്യാമറയിലുണ്ട്. അപകടത്തിൽപ്പെട്ട 2ാമത്തെ ബൈക്ക് നിർത്താതെ പോയി. വാഹനത്തെയും ആളിനെയും തിരിച്ചറിഞ്ഞിട്ടില്ല. രാത്രി 10:30 കഴിഞ്ഞതിനാൽ ജ്യോതിസ് അബോധാവസ്ഥയിൽ ഏറെ നേരം റോഡിൽ കിടന്നു. പിന്നീട് അതുവഴി വന്ന യാത്രക്കാരാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. അവിവാഹിതനാണ്. ജിതിൻ, ജോബിൻ എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മൃതശരീരം മകൻ പൂജിച്ച സംഭവം. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിൽ മറ്റു ദുരൂഹതകളില്ലെന്നും പോലീസ് പറഞ്ഞു. കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മൃതശരീരം മകൻ പൂജിച്ച സംഭവത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന 90-കാരിയായ ചിന്നത്താമ്മയുടേത് സ്വാഭാവിക മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മരണത്തിൽ മറ്റു ദുരൂഹതകളില്ലെന്നും പോലീസ് പറയുന്നു. അമ്മയുടെ മരണം ഉൾക്കൊള്ളാനാകാതെയാണ് മകൻ കൃഷ്ണസ്വാമി 3 ദിവസം മൃതശരീരം പൂജ നടത്തിയത്. മകന്റെ മാനസിക വെല്ലുവിളിയാണ് ഇത്തരം പ്രവൃത്തിയിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു. മകൻ തൽക്കാലം പോലീസ് നിരീക്ഷണത്തിൽ തുടരും. അമ്മ മരിച്ചതിൽ പിന്നെ മകൻ വീടിനകത്തേക്ക് ആരെയും കയറാൻ അനുവദിച്ചിരുന്നില്ല. കൃഷ്ണസ്വാമിയുടെ മകളും പേരക്കുട്ടിയും വീട്ടിലേക്ക് വന്നപ്പോഴാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് അവർ നാട്ടുകാരെയും പഞ്ചായത്ത് അംഗത്തെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കാതികൻ തേവർത്തോട്ടം സുകുമാരൻ അനുസ്മരണം നടത്തി. പുരസ്കാര സമർപ്പണവും നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം, അഞ്ചൽ ഏരിയ കമ്മിറ്റിയും തേവർത്തോട്ടം സുകുമാരൻ ഫൗണ്ടേഷനും സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. തേവർത്തോട്ടം സുകുമാരൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടത്തി. KN ബാലഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഏത് ഘട്ടത്തിലും പുരോഗമന ആശയങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വ്യക്തമായിരുന്നു അദ്ദേഹം. അത് കൊല്ലത്തിന്റെ രംഗത്തെ കഥാപ്രസംഗത്തിന് ഏറ്റവും വലിയ പങ്കുള്ള സ്ഥലമാണ് കൊല്ലം ജില്ല. ഇവിടെ നേരത്തെ പറഞ്ഞത് ശരിയാണ്. കൊല്ലത്തെ ഹോട്ടലുകൾ, അത് കേരളത്തിലാകെ അറിയപ്പെടുന്ന ഈ നാടകവും കഥാപ്രസംഗവും മറ്റും ബുക്ക് ചെയ്യുന്ന കൊല്ലത്തെ ലോഡ്ജുകൾ തന്നെ വളരെ അൻസാർ ലോഡ്ജ് ഏറ്റവും പ്രശസ്തമാണ്. അന്നത്തെ എല്ലാ സ്ഥലത്തും വരുന്ന ചെറിയ പോക്കറ്റ് പരസ്യങ്ങളിലും ഒക്കെ അതൊരു സിനിമയ്ക്ക് കുഴപ്പാക്കം എങ്ങനെയാണോ എന്ന് പറയുന്ന പോലെയാണ് ഈ കൊല്ലം അന്ന് ഇതുപോലുള്ള പ്രത്യേകിച്ചും നാടകവും കഥാപ്രസംഗവും പോലുള്ള വേദികളിൽ നിറഞ്ഞാടിയിരുന്ന കാലത്തെ കലാരൂപങ്ങൾ. ഡോക്ടർ PK ഗോപൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കാതികൻ പ്രൊഫസർ ചിറക്കര സലീംകുമാറിന്
KN ബാലഗോപാൽ തേവർത്തോട്ടം സുകുമാരൻ പുരസ്കാരം സമർപ്പിച്ചു. ഇതോടനുബന്ധിച്ച് പ്രതിഭകളെയും ആദരിച്ചു. KPSC ലീലാകൃഷ്ണൻ, കൊല്ലം കാർത്തിക, ഇടമുളയ്ക്കൽ ബാലകൃഷ്ണൻ എന്നിവർ അനുസ്മരണം നടത്തി. അഞ്ചൽ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ SS ഫിലോമിന സ്വാഗതവും പ്രതാപ് തേവർത്തോട്ടം SS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. എല്ലാ ജില്ലയിലും ആഴ്ചയിൽ 5 ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ടെസ്റ്റ് സ്ലോട്ടുകളുടെ എണ്ണം 40-ൽ നിന്ന് 50-ആയി ഉയർത്തി. ബുക്കിംഗ് തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ടെസ്റ്റിനുള്ള സ്ലോട്ടുകൾ ലഭ്യമാക്കും. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടുന്നില്ലെന്നും ടെസ്റ്റ് വൈകുന്നുവെന്നുമുള്ള പരാതി വ്യാപകമായതിനെ തുടർന്ന് എല്ലാ ജില്ലയിലും ആഴ്ചയിൽ 5 ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. നിലവിൽ 3 മുതൽ 5 വരെ ദിവസങ്ങളിലാണ് ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് സ്ലോട്ടുകളുടെ എണ്ണം 40-ൽ നിന്ന് 50-ആയും ഉയർത്തി. 28 പുതിയ അപേക്ഷകർക്കും റീടെസ്റ്റിന് ഹാജരാകുന്ന 20 പേർക്കും വിദേശത്ത് തൊഴിലിനോ പഠനത്തിനോ പോകുന്ന 2 പേർക്കുമാണ് ഒരു ദിവസം ടെസ്റ്റിന് അവസരം ലഭിക്കുക. അടുത്ത 3 മാസത്തേക്കാണ് പുതിയ നിർദ്ദേശമെന്ന് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ നീക്കിയത്. ബുക്കിംഗ് തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ടെസ്റ്റിനുള്ള സ്ലോട്ടുകൾ ലഭ്യമാക്കും. റീടെസ്റ്റ് എടുക്കുന്നവർക്ക് 8 ദിവസത്തിനുള്ളിലും ലേണേഴ്സ് ടെസ്റ്റ് എടുക്കുന്നവർക്ക് 3 ദിവസത്തിനുള്ളിലും സ്ലോട്ട് അനുവദിക്കും. ഒഴിവുള്ള സ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ അർഹരായ മറ്റ് അപേക്ഷകർക്ക് അവസരമുണ്ടാകും. ഓൺലൈൻ പരീക്ഷാ സെന്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് എഴുതുന്നവർക്ക് ഫേഷ്യൽ റെക്കഗ്നേഷൻ ബേസ്ഡ് ഒതന്റിക്കേഷൻ സംവിധാനവും നടപ്പാക്കും. പരീക്ഷയ്ക്ക് മുമ്പും പരീക്ഷ നടക്കുന്നതിനിടയിലും മുഖം തിരിച്ചറിയൽ പരിശോധനയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകും. പുതിയ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തി വിശദമായ കുറ്റപത്രം തയ്യാറാക്കാനാണ് SIT നീക്കം. 2025-ലെ ദ്വാരപാലകപ്പാളി കൈമാറ്റത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് SIT വിലയിരുത്തൽ. കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും വിവരമുണ്ട്. PS പ്രശാന്ത്, അജികുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 2025-ലെ ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ സ്വർണ്ണക്കള്ള വീണ്ടും നടന്നിട്ടുണ്ട്. വൈകാതെ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നും വിവരമുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ അംഗം അജികുമാറിനെയും SIT സംഘം അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഇരുവരും റിമാൻഡിലാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തത്. കോടതിയിൽ ഇരുവരും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ വേണ്ട ചികിത്സ നൽകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ PS പ്രശാന്തും അജികുമാറും ഗൂഢാലോചനകളിൽ പങ്കാളികളാണെന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്നും SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് SITയുടെ പരാമർശമുള്ളത്. 2019-ലെ കുറ്റകൃത്യം മറച്ചുവെക്കുന്ന തരത്തിൽ പുതിയ ബോർഡ് ഉത്തരവിറക്കിയെന്നും ശബരിമലയിലെ സ്വർണം അപഹരിക്കുന്നതിന് ഇരുവരും കൂട്ടുനിന്നെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കജ് കണ്ടാരിക്കും പണമുണ്ടാക്കാൻ അവസരമൊരുക്കി 2019-ലെ അപഹരണം മറയ്ക്കാനാണ് 2025 വീണ്ടും സ്വർണ്ണപ്പൂശൽ നടത്തിയതെന്ന് SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച 12 പാളികളിൽ 4 എണ്ണത്തിൽ നിന്ന് വീണ്ടും സ്വർണം വേർതിരിച്ചെന്നും SIT കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്. കൊല്ലം താലൂക്ക് NSS കരയോഗ യൂണിയന് 35 കോടിയുടെ ബജറ്റ്. യൂണിയൻ ആസ്ഥാനത്ത് മന്നത്ത് പത്മനാഭന്റെ അർദ്ധകായ വെങ്കല പ്രതിമ സ്ഥാപിക്കും. സമുദായ അംഗങ്ങളെ സഹായിക്കുന്നതിന് ചികിത്സാ ധനസഹായ നിധി രൂപീകരിച്ചു. 35,32,12,791 രൂപ വരവും 35,32,06,060 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കൊല്ലം NSS യൂണിയൻ അവതരിപ്പിച്ചത്. സെക്രട്ടറി KG ജീവകുമാറാണ് ബജറ്റ് അവതരിപ്പിച്ചത്. നമ്മുടെ സ്ഥലത്തിന് ഗ്രാമപഞ്ചായത്തിൽ വന്നിരുന്ന രജിസ്റ്റേഡ് നോട്ടീസ് 7 ദിവസത്തിനകം അവിടെ കിടക്കുന്ന മുള്ളിവേലി മാറ്റിയിലേക്ക് നമ്മുടെ പ്രോസിക്യൂഷൻ നടപടി എടുക്കും എന്ന് പറഞ്ഞ നോട്ടീസ് തന്ന പേരയ പഞ്ചായത്തിന്റെ നോട്ടീസിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ കോളേജും ക്ഷേത്രവും പരിപാവനമായ ക്ഷേത്രവും പൂർണ്ണമായും അതിന് കിട്ടി തിരിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സദസ്സിനെ അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. ചേരയ ക്ഷേത്രത്തിൽ നമ്മൾ പേര് ചെല്ലുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ പരിപാടി നടത്താൻ അതിമനോഹരമായ ഒരു സ്റ്റേജ്. മേഖലാ യോഗങ്ങൾ, ചട്ടമ്പിസ്വാമി ജയന്തി സന്ദേശയാത്ര
ഏകദിന ശില്പശാല, മന്നം കലാമേള, ആധ്യാത്മിക സംഗമം, ചികിത്സാ ധനസഹായം എന്നിവയ്ക്കായി ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. യൂണിയൻ ബൈലോ ഭേദഗതിയും യോഗം ഐകകണ്ഠേന അംഗീകരിച്ചു. യോഗത്തിൽ യൂണിയൻ ചെയർമാൻ ആദിക്കാട് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അർദ്ധകായ വെങ്കല പ്രതിമ യൂണിയൻ ആസ്ഥാനത്ത് ക്ഷേത്ര മാതൃകയിൽ സ്ഥാപിക്കുമെന്ന് ആദിനാട് ഗിരീഷ് പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കും അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കും പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്ന പ്രമേയം യൂണിയൻ ചെയർമാൻ അവതരിപ്പിച്ചു. പ്രമേയം ഐകകണ്ഠേന അംഗീകരിച്ചു. കല്ലട വിജയൻ, CK ചന്ദ്രബാബു, PR ശശിധരൻ നായർ, TC മോഹനൻ, R ഓമനക്കുട്ടൻപിള്ള, മണക്കാട് സുരേഷ്, സുരേഷ് കുമാർ, തച്ചേജത്ത് വേണുഗോപാൽ, അഡ്വക്കേറ്റ് വേണു ജെ പിള്ള, KG ജീവകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. AIYF ചവറ മണ്ഡലം കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പ്രകടനം നടത്തിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് AIYF ചവറ മണ്ഡലം കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തിയത്. പട്ടത്താനം സൊസൈറ്റി മുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം കൊട്ടുകാട് ജംഗ്ഷനിൽ സമാപിച്ചു. AIYF ചവറ മണ്ഡലം സെക്രട്ടറി വിഷ്ണു വേണുഗോപാൽ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആദർശ മഠത്തിൽ, വൈസ് പ്രസിഡന്റ് അപർണ രാജഗോപാൽ, രതീഷ് ചോല, ശ്രീകുമാർ ബിനു, അനിൽ നൂടി, നാസില, ഷഫീഖ്, സിദ്ദേശ് നീണ്ടകര, ഗോകുൽ, ഷഫീഖ് കൊച്ചമ്മൂട്ടിൽ, ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. താമരക്കുളം സൈനിക കൂട്ടായ്മയാണ് കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചത്. താമരക്കുളം സൈനിക കൂട്ടായ്മയാണ് താമരക്കുളം പഞ്ചായത്ത് ജംഗ്ഷനിൽ കാർഗിൽ വിജയ് ദിവസം ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും നടത്തി. MS അരുൺകുമാർ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ഷീജാദേവി, വൈസ് പ്രസിഡന്റ് റിനി തോമസ് എന്നിവർ സന്ദേശം നൽകി. ഇടപെടൽ നടത്താൻ നമുക്കുറങ്ങാൻ അവർ ഉറങ്ങാതെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ഉറങ്ങാതെ കാത്തിരിക്കുന്നതിൻ്റെ ഭാഗമായി നിരവധിയായ പ്രതിസന്ധികൾ പ്രിയപ്പെട്ട ജവാന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നും തളരാതെ ജീവൻ പോലും ത്യജിച്ചുകൊണ്ടാണ് മാതൃനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അവർ വ്യാപൃതരായിട്ടുള്ളതെന്ന് നമുക്ക് അഭിമാനത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട സൈനികര് അവരുടെ ആത്മാവസ്ഥയിൽ അവരുടെ നാട് വ്യത്യസ്ത കടന്നാണ് അവരെ ഈ ഒരു തണുത്ത പ്രദേശത്തേക്ക് അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമല്ലാത്ത ഈ ഒരു പ്രദേശത്തേക്ക് നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവർ സേവനമനുഷ്ഠിക്കുന്നത്. നമ്മുടെ രാജ്യങ്ങളൊക്കെ നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സുരക്ഷിതരായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ അവരുടെ ആത്മസമർപ്പണത്തിൻ്റെയും ഫലമായിട്ട് തന്നെയാണ്. ചത്തിയറ VHSS NCC ഗ്രൂപ്പ് NCC ഓഫീസർ ശിവപ്രകാശിന്റെ നേതൃത്വത്തിലാണ് സൈനികർക്ക് ആദരമർപ്പിച്ചത്. ഇന്ന് 27ാമത് കാർഗിൽ വിജയ ദിവസം ആഘോഷിക്കുകയാണ് ഇന്ത്യ ഒട്ടിട്ട്. 1999 മെയ് 3-ാം തീയതി പാകിസ്ഥാനി തീവ്രവാദികൾ ഇന്ത്യയുടെ മണ്ണിൽ നുഴഞ്ഞു കയറുകയും അവരെ ആ നാണയത്തിൻ്റെ സെയിം ഇതിൽ തിരിച്ചടി നൽകിക്കൊണ്ട് ജൂലൈ 26-ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഹിൽ പോസ്റ്റായ ടൈഗർ ഹില്ലിൽ ഇന്ത്യൻ സൈന്യം നമ്മുടെ ദേശീയ പതാക നാട്ടുകയുണ്ടായി. ആ യുദ്ധത്തിൽ നമ്മൾക്ക് നിരവധി യോദ്ധാക്കളെ നഷ്ടപ്പെടുകയുണ്ടായി. അവരുടെയെല്ലാം ത്യാഗത്തിൻ്റെയും കണ്ണീരിൻ്റെയും ഫലമായിട്ട് നമ്മൾ ഇന്ന് കാർഗിൽ വിജയ ദിവസം ആഘോഷിക്കുകയാണ്. സൈനിക കൂട്ടായ്മ മാർഗദർശി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. അനീഷ് അധ്യക്ഷത വഹിച്ചു. NCC കേഡറ്റുകൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. മധുര വിതരണവും നടത്തി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്താണ് ചടങ്ങ് അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. BSNL ജീവനക്കാരും പെൻഷൻകാരും കരാർ തൊഴിലാളികളും ധർണ നടത്തി. വേതന പരിഷ്കരണം നടപ്പാക്കുക, പെൻഷൻ പരിഷ്കരിക്കുക, കരാർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. ഓൾ ഇന്ത്യ BSNL DOT പെൻഷനേഴ്സ് അസോസിയേഷൻ, BSNL എംപ്ലോയീസ് യൂണിയൻ, BSNL കാഷ്വൽ കോൺട്രാക്ട് വർക്കേഴ്സ് ഫെഡറേഷൻ എന്നിവയുടെ സംയുക്ത വേദിയായ കോർഡിനേഷൻ കമ്മിറ്റി രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത്. 2017 നടത്തേണ്ടിയിരുന്ന BSNL ജീവനക്കാരുടെ വേതന പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും നടത്തുക, കരാർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കൊല്ലം ജില്ലാ ജനറൽ മാനേജറുടെ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് J. മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു.
മറ്റേത് ഇപ്പം അങ്ങനെ LIC കൊണ്ടുപോവുകയാണ്. LIC ഇതുപോലെ 5 കോടിയിൽ തുടങ്ങി കോടാനുകോടിയുടെ ലാഭത്തിൽ നിൽക്കുന്ന ഗ്രാമങ്ങൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന LIC ആണ് BSNLന് ശേഷം അടുത്തത് ിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ജീവനക്കാരുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് അത് അങ്ങേയറ്റം സ്വീകാര്യത നേടിയ സ്ഥാപനങ്ങളെയാണ് ആദ്യം പൊളിച്ചടുക്കി കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നത്. അതിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായി നമ്മുടെ സ്ഥാപനം നിൽക്കുമ്പോൾ ഇപ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത്, ഇപ്പം പറഞ്ഞു സുമാരൻ പറഞ്ഞു, ഞങ്ങൾ പെൻഷൻ സംഘടന വലുതാണ്. കാരണം BRS കൊടുത്ത് എല്ലാവരെയും പെൻഷൻകാരാക്കിയല്ലോ. പിന്നെ നിലവിലിരിക്കുന്നവർ കുറവാണ്, എല്ലാവരെയും പെൻഷൻകാരാക്കി. അപ്പോൾ പെൻഷൻകാർക്ക് ഇത് കളഞ്ഞിട്ടിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ പെൻഷൻ സംഘടന വലിയ സംഘടനയായി. നിലവിലുള്ള പെൻഷൻ സർവീസ് എംപ്ലോയീസ് യൂണിയൻ അവർ ചെറുതുമായി. കാരണം നമ്പർ കുറച്ച് ഇപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഓഫീസുകൾ കൂടി വിൽക്കുകയാണ്. നമ്മുടെ പട്ടത്തെ അവിടെ വഞ്ചിയൂരിൽ ഓഫീസ് വിറ്റു. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് നമ്മളെ എപ്പം BSNLനെ ഇവിടുന്ന് മൊത്തത്തിൽ കുടിയിറക്കുമെന്ന ഭീഷണിയിലാണ് ഇപ്പോൾ നമ്മൾ. AIBDPA കൊല്ലം ജില്ലാ പ്രസിഡന്റ് K മോഹനൻപിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K സുകുമാരൻ നായർ സ്വാഗതം പറഞ്ഞു. N ലതികാദേവി, MS തുളസീധരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് SFI പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പ്രകടനം നടത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ മധുരവും വിതരണം ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്നാണ് SFI പ്രവർത്തകർ കൊല്ലത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയത്. SN കോളേജിൽ നിന്നും ആരംഭിച്ച പ്രകടനം റെയിൽവേ സ്റ്റേഷന് സമീപം സമാപിച്ചു. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ മധുരവും വിതരണം ചെയ്തു. SFI ജില്ലാ സെക്രട്ടറി S വിഷ്ണു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഭിജിത്ത്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജിജോ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അരുൺ, ആദികേശ്, അഖിൽ എന്നിവർ പങ്കെടുത്തു. നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായി മാറിക്കൊണ്ടിരിക്കുന്ന NDA പിരിച്ചുവിടണം എന്നുള്ളതാണ്. പിന്നീട് ഈ ബാധിതരായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് കൃത്യമായിട്ട് അതിന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ്. ഈ രണ്ട് ബാക്കിയുള്ള ആവശ്യങ്ങൾ കൊണ്ട് ഉന്നയിച്ചുകൊണ്ട് ആ സമരം ഡൽഹിയുടെ തലസ്ഥാനത്ത് അത് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനമായ ആവശ്യം അത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതായിരുന്നു. അത് നമ്മൾ നേടിയെടുത്ത സാഹചര്യങ്ങളെ 1ാം ഘട്ട സമര വിജയം അത് ഇന്ത്യയിലെ യുവജന വിദ്യാർത്ഥി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്കിൽ വാഹനാപകടം. ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കേരളപുരം സ്വദേശി KA ജ്യോതിസാണ് മരിച്ചത്. കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മൃതശരീരം മകൻ പൂജിച്ച സംഭവം. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിൽ മറ്റു ദുരൂഹതകളില്ലെന്ന് പോലീസ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടുന്നില്ലെന്ന് പരാതി. എല്ലാ ജില്ലയിലും ആഴ്ചയിൽ 5 ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ടെസ്റ്റ് സ്ലോട്ടുകളുടെ എണ്ണം 40-ൽ നിന്ന് 50ആയി ഉയർത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.